അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MSc നഴ്സിംഗ് എൻട്രൻസിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, ഓരോ സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒരു 3-4 പോയിൻറ്റ്സേ പറയുന്നുള്ളൂ. അപ്പോൾ ആ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് MSc നഴ്സിംഗ് എൻട്രൻസിനെ പറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ MSc എന്ന് പറയുന്നത് അല്ലെങ്കിൽ PG നഴ്സിംഗ് എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 6 മെഡിക്കൽ കോളേജിലാണ് MSc നഴ്സിംഗ് ഉള്ളത്. അത് ഏതൊക്കെ മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം, നമ്മുടെ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജുണ്ട്, ആലപ്പുഴ കോളേജ് ഓഫ് നഴ്സിംഗിലുണ്ട്, അത് കഴിഞ്ഞിട്ട് കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, ഈ 6 മെഡിക്കൽ കോളേജിലുമാണ് MSc നഴ്സിംഗ് പ്രോഗ്രാംസ് ഉള്ളത്. ഇനി ഏതൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കുള്ള സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്, പിന്നെയുള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, പിന്നെയുള്ളത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അപ്പോൾ എല്ലാ കോളേജിലും ഈ 5 കോഴ്സ് കാണണമെന്നില്ല. ചില കോളേജിൽ 5 കോഴ്സും ഉള്ളതും ഉണ്ട്, ചില കോളേജിൽ 3-4 കോഴ്സ് ഉള്ളതും ഉണ്ട്. അപ്പോൾ അത് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് നമുക്ക് 27 സീറ്റാണ് ഉള്ളത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് 27 സീറ്റ്, മെഡിക്കൽ സർജിക്കൽ 34, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 14, OBG 28 സീറ്റ്. ഇങ്ങനെയാണ് സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ 130 സീറ്റാണ് 2019 വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു കോട്ട വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കോട്ട വന്നു. അപ്പോൾ ആ കോട്ടയുടെ കീഴിൽ ഒരു 13 സീറ്റ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ പീഡിയാട്രിക്സിന് 2 സീറ്റും, കമ്മ്യൂണിറ്റിക്ക് 1 സീറ്റ്, മെഡ്സർജിന് 1 സീറ്റ്, മെഡ്സർജിന് 3 സീറ്റ്, മെൻ്റൽ ഹെൽത്തിന് 1 സീറ്റ്, ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിന് 3 സീറ്റ്. അങ്ങനെ 13 സീറ്റ് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നമുക്ക് 143 സീറ്റ്സാണ് MSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ഉള്ളത്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓരോ കോളേജിനും ഡിഫറൻസ് ആണ്. അത് ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ് കോളേജും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരമാണ് വരുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ കോളേജിലും ഓരോ വർഷവും ചിലപ്പോൾ മാറാം, ചിലപ്പോൾ അങ്ങനെ തന്നെ തുടരാം. ഈ സെൽഫ് ഫിനാൻസിൻ്റെ കോളേജിൻ്റെ കാര്യമല്ലേ, സെൽഫ് ഫിനാൻസ് കോളേജിൽ മെരിറ്റ് കോട്ടയുണ്ട്, SC ST കോട്ടയുണ്ട് കേട്ടോ. അതുകൊണ്ട് SC ST പഠിക്കുന്നവർക്ക് ഗവൺമെൻറ് പറയുന്ന ഫീസ് മാത്രം കൊടുത്താൽ മതി, അഡീഷണൽ ഫീസൊന്നും ആവത്തില്ല. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടറിൽ ഫീസ് സ്ട്രക്ചർ പറയാം. പ്രൈവറ്റ് സെക്ടറിൽ ട്യൂഷൻ ഫീ ആയിട്ട് വാങ്ങുന്നത് 1 lakh ആണ്, അതായത് 1 ലക്ഷം രൂപ ട്യൂഷൻ ഫീ. സ്പെഷ്യൽ ഫീ ആയിട്ട് 50,000 റുപ്പീസ്, അതായത് ടോട്ടൽ 1,50,000 റുപ്പീസ് ആണ് പെർ ഇയർ ആണ്. ഒരു വർഷത്തേക്കാണ്, 2 വർഷം കൂടെ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന ഫീസ് അനുസരിച്ച് 3 ലക്ഷം രൂപയാണ് ഫീസ്. ഇനി ഇത് കൂടാതെ വാൻ ഫീസ്, ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ, മെസ്സ്, യൂണിഫോം, ബുക്ക്, ടെസ്റ്റ്, ലാപ്ടോപ്പ് നെസസറി ആണ് MSc നഴ്സിംഗിൽ. കാരണം നമ്മൾ സെമിനാർ എല്ലാം ചെയ്യുന്നത് അതിലാണ്, നമുക്ക് റിസർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ലാപ്ടോപ്പ് നെസസറി ആയിട്ടൊരു അസസറിയാണ്. അപ്പോൾ ലാപ്ടോപ്പ് എല്ലാവർക്കും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചിലവുകൾ ഈ ഫീസ് പോയിട്ട് ബാക്കി വരും. യൂണിയൻ ഫീസ്, നമ്മുടെ കോഷൻ ഡിപ്പോസിറ്റ്, അങ്ങനെ മിസ്ലേനിയസ് കുറേ യൂണിവേഴ്സിറ്റി ഫീ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഈ 1,05,000 റുപ്പീസ് 50,000 റുപ്പീസിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നതാണ്. ഇത് 1 ഇയറിലെ ഫീസാണ്. ഇനി ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ട്യൂഷൻ ഫീ ഞാൻ MScക്ക് ജോയിൻ ചെയ്യുമ്പോൾ, അതായത് 2019 28,000 ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് റിന്യൂ ചെയ്തു, അതായത് 29,000 സംതിങ് ആണ് ഫീസ്. അത് പോയിട്ട് നമ്മുടെ കുറച്ച് മിസ്ലേനിയസ് ഫീസ് കോളേജിൽ അടയ്ക്കാനുണ്ട്, അതായത് വാൻ ഫീ, പിന്നെ യൂണിയൻ ഫീ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു മെരിറ്റ് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കുന്ന കാശ് ഇ ഗ്രാൻഡ് മോർ ദാൻ 30,000 കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഇയറിലെ പൈസ നമുക്ക് അടയ്ക്കേണ്ടി വരില്ല, കാരണം ഫസ്റ്റ് ഇയറിൽ ഇ ഗ്രാൻഡ് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്ക് MSc കാരണം ഉണ്ട്. അതായത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഇത് മുന്നിൽ കണ്ടിട്ട് ഉള്ളത് ഇ ഗ്രാൻഡ് എല്ലാവർക്കും ഇല്ല. ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് സർവീസ് കാൻഡിഡേറ്റ്സിനും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഗവൺമെൻറ് എംപ്ലോയീസ്, അങ്ങനെ കുറച്ച് നമ്മൾ എല്ലാ സ്കോളർഷിപ്പിനും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഇ ഗ്രാൻഡ് കൂടെ കിട്ടുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ്, അതായത് മെരിറ്റ് കോട്ടയിൽ ഈ 143 സീറ്റിൽ എത്ര പെർസെൻറ്റേജാണ് മെരിറ്റ്, ബാക്കി SCക്ക് എത്ര പെർസെൻറ്റേജാണ് ST, അങ്ങനെ ഓരോരോ, പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അങ്ങനെ ഓരോ കോട്ട ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഓരോരുത്തർക്കും എത്ര പെർസെൻറ്റേജ് ഇതാണ് പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് മെരിറ്റ് 86 സീറ്റാണ്, അതായത് 66% സ്റ്റേറ്റ് മെരിറ്റ്. ബാക്കിയുള്ളത് ഓരോ കോട്ടയിൽ നമ്മുടെ SC കോട്ടയുണ്ട്, ST ഉണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, അങ്ങനെ ഓരോ സെക്ഷൻസിന് വേണ്ടി കൊടുത്തിരിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 6 സീറ്റ്, SC 10 സീറ്റ്, ST
13 സീറ്റ്. പിന്നെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന് 12 സീറ്റ്. സർവീസ് കാൻഡിഡേറ്റിന് 13 സീറ്റ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കോട്ട, അതിന് 13 സീറ്റ്. അങ്ങനെ ഈ ടോട്ടൽ 143 സീറ്റിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഏതെന്നൊക്കെ വെച്ചാൽ നമ്മുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, നോൺ ക്രിമിനറി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ KNMC രജിസ്ട്രേഷൻ അല്ലേ ആ സർട്ടിഫിക്കറ്റ്, പിന്നെന്താ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് പിന്നീട് കോളേജിൽ അഡ്മിഷൻ്റെ സമയത്താണ് ഇതൊക്കെ പ്രൂഫ് ചെയ്ത് കാണിക്കേണ്ടത്, ആ സമയത്ത് ആവശ്യമുള്ളൂ. ഞങ്ങളുടെ സമയത്ത് അങ്ങനെയായിരുന്നു, ഇനി വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ സബ്ജക്റ്റിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നാണ്. അനാട്ടമിയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പിന്നെ ഫിസിയോളജി ബയോകെമിസ്ട്രി 10 ക്വസ്റ്റ്യൻ, മൈക്രോബയോളജി 6 ക്വസ്റ്റ്യൻ, ന്യൂട്രീഷൻ 4 ക്വസ്റ്റ്യൻ, സൈക്കോളജി 6, സോഷ്യോളജി 6. ബേസിക് സയൻസിന് ഇത്രയാണ് ചോദിക്കുന്നത്. അനാട്ടമി 6, ഫിസിയോളജി ബയോകെമിസ്ട്രി 10, മൈക്രോബയോളജി 6, ന്യൂട്രീഷൻ 4, സൈക്കോളജി 6, സോഷ്യോളജി 6. ഇനി നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ ചോദിക്കും. നഴ്സിംഗ് ഫൗണ്ടേഷൻ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, 30 ക്വസ്റ്റ്യൻ ചോദിക്കും. നഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ നന്നായിട്ട് പഠിച്ചാൽ കുറച്ച് മാർക്ക് നമുക്ക് കിട്ടും അല്ലേ. 30 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി മെഡിസർച്ച് ഇൻക്ലൂഡിങ് പാത്തോളജി ആൻഡ് ഫാർമക്കോളജി 44 ക്വസ്റ്റ്യൻസ്. പിന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, OBG 14, പീഡിയാട്രിക്സ് 16, സൈക്കാട്രിക് 14, എഡ്യൂക്കേഷൻ 10, അഡ്മിനിസ്ട്രേഷൻ 8, റിസർച്ച് ആൻഡ് സ്റ്റാറ്റ് 6 ക്വസ്റ്റ്യൻ. അതായത് റിസർച്ചിൽ 4 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെ 200 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 100 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ഇതൊന്നും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതായിരുന്നു. ഒരു ക്വസ്റ്റ്യൻസിന് 4 മാർക്കാണ്. ഒരു നെഗറ്റീവിന് 1 മാർക്ക് വീതം ഡിഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് എഴുതി നമ്മുടെ 4 മാർക്കിൽ നിന്ന് 1 മാർക്ക് പോയിട്ട് 3 മാർക്കാണ്. അങ്ങനെയാണ് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിൻ്റെ സിസ്റ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനതും കൂടെ പറഞ്ഞു തരാം. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ സിഇയുടെ സൈറ്റിൽ കയറി പ്രോസ്പെക്റ്റസ് കിട്ടും, അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. MS പഠിക്കണം താല്പര്യം എന്നുള്ളവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടും. നമ്മുടെ എക്സാമൊക്കെ വരികയാണല്ലേ DME നഴ്സിംഗ്, അപ്പോൾ അത് പഠിക്കുന്നുണ്ടായിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ മനസ്സിലൊരു ഫസ്റ്റായിട്ട് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആകട്ടെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.